ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ബ്രഷ് പെയിൻറ്റ് ചെയ്ത് വന്നേക്കുന്ന സെമി സിൽക്ക് ചുരിദാർ മെറ്റീരിയൽസ് ആണ്. ബ്യൂട്ടിഫുൾ ചുരിദാർ മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോന്നോരോന്ന് വെച്ച് കാണാം. പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത്, അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ 3 പേരെ വെച്ച് തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിന് ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ശ്രീലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ്, തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാവുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു ബ്രിക്ക് പീച്ച് ഷെയ്ഡിൽ യോക്കിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സെറ്റാണ്. എംബ്രോയ്ഡറി വർക്കും ബ്രഷ് പെയിൻറ്റും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്ലൂമിങ് വിചിത്രയിൽ വരുന്ന മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടവും ഇതിൻ്റെ കൂടെ സെമി സിൽക്കിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ്. 1380 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1380. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെയാണ് ദുപ്പട്ട. സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ട. എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ലോവർ ഹാഫിൽ ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് പെയിൻറ്റും കൂടിയാണ് വന്നിരിക്കുന്നത്. 1380. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്, ഒരു സഫയർ ബ്ലൂ പോലെയൊക്കെയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ തന്നെ ബ്രഷ് പെയിൻറ്റ് ആൻഡ് എംബ്രോയ്ഡറി ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല സെറ്റുകളാട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസോ ഇതെല്ലാം. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ. അതേപോലെ തന്നെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ദുപ്പട്ടയുടെ എൻ പോർഷനിലും ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ലോവർ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. 1380. ഇനി അടുത്തത് വരുമ്പോൾ കളർ ഇത് ആദ്യം കാണിച്ച ആ ഒരു ബ്ലൂവിൻ്റെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. അതിൻ്റെ ഈ യോക്കിൽ വന്നിരിക്കുന്ന ബ്രഷ് പെയിൻറ്റിൻ്റെ ഡിസൈന് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. പാറ്റേണും സെയിം തന്നെയാണ്. ജസ്റ്റ് ആ ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേണിന് ചെറിയ ഡിഫറൻസ്. അടുത്തത് വന്നിരിക്കുന്ന അതേപോലെ ഒരു ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ. ദുപ്പട്ട. അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ലാവൻഡർ. ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക്.
നല്ല രസമുള്ള ഷെയ്ഡ്സാണെല്ലാം. അതെ, അടുത്തത് വരുന്നത് ഇത് വരുന്ന 1190. ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പാൻറ്റ്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയുടെ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഇതേപോലെ ഒരു ബ്രഷ് പെയിൻറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 1190 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ ദേ ഒരു ഫ്ലഷ് ടോൺ പിങ്ക് പോലെ ഒരു പിങ്ക് ടോൺ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും ഇങ്ങനെ ബ്രഷ് പെയിൻറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. 1190. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ടോൺ. ഇതും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇട്ടാലും നല്ല ഒതുങ്ങി കിടക്കും. വാഷ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സെറ്റ്സാണ് കേട്ടോ. 1190, 1190. അടുത്തത് വരുന്നത് ഒരു കോട്ട മെറ്റീരിയലിൽ ഇതേപോലെ മെറൂൺ ഷെയ്ഡ് വരുന്ന സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390. ഇത് നോയൽ കോട്ടയിൽ ഇതേപോലെ ഫ്രണ്ടിൽ ഫുൾ എംബ്രോയിഡറി, യോക്കിലും ഇതുപോലെ എംബ്രോയിഡറി വരും. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റാണ്. വിത്ത് ലൈനിങ് ആൻഡ് ബോട്ടം അറ്റാച്ച്ഡ് ആണ്. മെറൂൺ നല്ല മെറ്റീരിയലാണ് കേട്ടോ. അതേപോലെ തന്നെ കോട്ടയിൽ തന്നെ, നോയൽ കോട്ടയിൽ തന്നെ വരുന്ന ദുപ്പട്ട. ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നമുക്ക് നല്ല വാഷ് ചെയ്ത് ഉപയോഗിച്ച് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. വൺ സൈഡ് ഇതേപോലെ സ്കാലപ്പ് വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ടയിലും. അടുത്ത് വരുന്ന അതിൻ്റെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ. 1390, 1390. ഒരു റോയൽ ബ്ലൂവിൻ്റെ അതേപോലെ ഒരു നല്ലൊരു ബ്ലൂ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റാട്ടോ ഇതൊക്കെ. ലൈനിങ് ആൻഡ് ബോട്ടം അറ്റാച്ച്ഡ് ആണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീനിഷ് ടോൺ. ഗ്രീൻ. ഇതിൻ്റെ ബോഡിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരും. 1390. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്രൗൺ ആൻഡ് ബ്രിക്ക് ചേർന്ന്, അതായത് ഒരു റസ്റ്റ് കളർ എന്ന് നമ്മൾ പറയില്ല. അതായത് ഈ തുരുമ്പെടുത്തിരിക്കുമ്പോൾ തുരുമ്പിൻ്റെ ഒരു കളറില്ല, അത് റസ്റ്റ്, ആ ഒരു ടോണിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്. ആൻഡ് ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ്. $1390. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.